ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെറുപയർ കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 രുചികളിൽ 2 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് ചെറുപയറാണ് കേട്ടോ. കൂടെ തന്നെ 1/2 കപ്പ് ബാർലിയും കൂടെ ചേർക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ ബാർലിയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒത്തിരി നല്ലതാണേ. ഇത് നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിലും അതുപോലെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ. അതുപോലെ വിലയും കുറവല്ലേ. ഇനിതാ നമ്മുടെ ചെറുപയറും ബാർലിയും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലപോലെ കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറുപയറും ബാർലിയൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടി വയ്ക്കാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ ബാർലിയും ചെറുപയറും ചേർത്തിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ. അപ്പോഴേക്കും നമ്മുടെ ബാർലിയും ചെറുപയറും ഒക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ബാർലിയും ചെറുപയറും ചേർത്തിട്ടുള്ള ഈ ഒരു കഞ്ഞി. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ, ഹെൽത്തിയുമാണല്ലോ. ഇതുപോലെ ബാർലിയും ചെറുപയറും ഒക്കെ ചേർത്തിട്ട് കഞ്ഞി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെറുപയർ കൊണ്ട് തയ്യാറാക്കണത് രാവിലെയോ വൈകിട്ടോ അങ്ങനെ ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് 1/2 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അരിയും കൂടെ ചേർക്കാം. ഞാൻ പൊന്നീരിയാണ് ചേർത്തിട്ടുള്ളത്. പൊന്നീരി തന്നെ വേണമെന്നില്ല, നമ്മൾ ചോറ് വെക്കണ ഏതരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മുടെ അരിയും ചെറുപയറും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 4 മണിക്കൂറായി. അപ്പോഴേക്കും കണ്ടില്ലേ നമ്മുടെ അരിയും ചെറുപയറൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇനി നമുക്കിതിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നല്ലപോലെ ഇത് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് കേട്ടോ. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കണില്ല. അപ്പോൾ പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതലോ കുറവൊക്കെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ചേർക്കണത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള 3 ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് നമ്മുടെ ഈ ഒരു മാവിരിക്കണത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മീഡിയം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് കറിവേപ്പില ഇതുപോലെ അരിഞ്ഞെടുത്തതും പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മല്ലിയിലയുടെ ടേസ്റ്റൊക്കെ ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ല പഞ്ഞി പോലത്തെ പലഹാരമാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് നേരം ഇത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ മാവ് മാറ്റി വെച്ചിട്ട് 10 മിനിറ്റായി. ഇത്രയും മതി. നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല കേട്ടോ തയ്യാറാക്കുന്നത്, സ്നാക്സ് ആയിട്ടാണേ. നമുക്കിനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമുക്കിത് പഞ്ഞി പോലെയാണ് കിട്ടുക. നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് വേവിച്ചിട്ടെടുക്കണത്. അതിനായിട്ട് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് തന്നെ മതിയാകും. ഇനി പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് എണ്ണ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ മാവ് ഒരു സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് ഒഴിച്ചിട്ടും ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ.
ഇത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിക്കാം. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമുക്കിതിൻ്റെ അകമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കണതെങ്കിൽ ഈ മാവ് ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് ദോശ പോലെയും നമുക്ക് ചുട്ടെടുക്കാം. ഇത് മുഴുവനും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് നമുക്കിതാ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതുപോലെ നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് മറ്റേ സൈഡും നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും നന്നായി തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയും ആണല്ലോ. കണ്ടില്ലേ, ഇത് നല്ല പഞ്ഞു പോലെയല്ലേ ഇരിക്കണേ. ചെറുപയറൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലെ എപ്പോഴും ഉണ്ടാവുന്നതല്ലേ, തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്